ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആ സമയം രാവിലെ 5 മണിയായിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കാണിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള എൻ്റെ രാവിലെകൾ ഇങ്ങനെയൊക്കെയാണ്. 5 മണിക്ക് നീക്കും, പിന്നെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് തേക്കുക, കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൽ മസ്റ്റാണ്. ഇതില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഒരു പോക്ക, പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്നൊരു സുഖമില്ലായ്മ ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, ഉറക്കം തോന്നിയിട്ട്. അത് കഴിഞ്ഞ് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. നല്ല അമ്പലത്തിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ഫീലാണല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ കുളിയൊക്കെ ഒന്ന് പാസ്സാക്കി വന്നു. അങ്ങനെ പിന്നെ കുളി കഴിഞ്ഞ് അകത്തോട്ട് കയറി. പിന്നെ കുളി കഴിഞ്ഞാൽ ഒന്ന് സുന്ദരിയാവണമല്ലോ. എന്തായാലും രാവിലെ എത്ര നേരത്തെ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ പിന്നെ ഒന്ന് ഒരുങ്ങാൻ വെച്ചാൽ അധികമൊന്നുമില്ല, ജസ്റ്റ് ഒരു പൊട്ട് വെച്ചു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിക്കും. നല്ല രസമാണല്ലോ രാവിലെ നേരത്തെ നീച്ച് കുളിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ എന്താണ് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവേണ്ടിയിരിക്കുക. അങ്ങനെ ഇതാ റെഡിയൊക്കെ ആയി പോകാൻ നിൽക്കണം അമ്പലത്തേക്ക്. ഇവിടെ അടുത്തുള്ള അമ്പലം ഞങ്ങൾ അമ്പലം തന്നെ. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ വലിയ രീതിയിൽ വെളിച്ചൊന്നും എത്തിയിട്ടില്ല. 4 ദിവസമായാലും നമുക്ക് ഇറങ്ങാം. അവിടെ പോയിട്ട് കുറച്ച് പണിയുണ്ടല്ലോ. അങ്ങനെ ഇറങ്ങി. പക്ഷെ നേരത്തെ പോകുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ പാടത്തൊക്കെ പന്നീൻ്റെ ശല്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇനി അഥവാ പന്നിയോ ഞാനും ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ പോയോണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ദേ കിടക്കുന്നത് പന്നിയല്ല, വേറൊരു സാധനം. പന്നി എന്നൊക്കെ പറയും, മുള്ളം പന്നിയാണെന്നുള്ളൂ. അങ്ങനെ അമ്പലത്തിലെത്തി. കണ്ടാ, ഈ സമയം അമ്പലം കാണാൻ നല്ല ഭംഗി കേട്ടോ, നല്ല രസമുണ്ട്. ഒന്നാമത് രാവിലെ ആകുമ്പോൾ നമുക്ക് ഒരു ഉഷാറൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കുളത്തിലൊക്കെ ഇറങ്ങി കാലൊക്കെ കഴിക്കും. ചെറുതായിട്ട് വഴുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ടെന്ന് പറയില്ലേ. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് വേണം കുളത്തിലൊക്കെ ഇറങ്ങാൻ. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അകത്ത് പോയിട്ട് തൊഴണം. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അകത്തൊക്കെ പോയി തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു. ഇനി നമ്മളെ പണി എന്താ വെച്ചാൽ പൂ വറക്കാണ്ട്, മാല കെട്ടാണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പൂ വറക്കണം. ഇതാ ഈ അമ്പലത്തിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ആദ്യം ഒക്കെ ഒന്ന് പറിച്ചെടുക്കണം. കഴിഞ്ഞിട്ട് വേണം മാല കെട്ടാൻ. അപ്പോൾ പൂവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് മാല കെട്ടാം. അങ്ങനെ പിന്നെ ഞാൻ പൂവൊക്കെ എടുത്ത് മാല ഇട്ടാൽ നല്ല രസം. ആദ്യത്തെ പ്രാവശ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു മാല കെട്ടിക്കഴിയാൻ തന്നെ കുറേ സമയം എടുക്കണ്ടായിരുന്നു. ഇപ്പോൾ ഞാനത് ശീലമായതുകൊണ്ട് പെട്ടെന്ന് കെട്ടിക്കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് 3 മാലയാണ് വേണ്ടത്. ഇവിടെ അമ്പലത്തിൽ ശിവനുണ്ട്, ഗണപതി ഉണ്ട്, അയ്യപ്പനുണ്ട്. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് മാല. അങ്ങനെ നമ്മൾ 3 മാല ഇട്ടാണ്ട്. അപ്പോൾ അതങ്ങനെ ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ഈ കുട്ടി എന്നും രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി മാലയൊക്കെ കെട്ടുന്ന ഒരു നല്ല കുട്ടിയാണെന്നൊക്കെ. നല്ല കുട്ടിയൊക്കെ തന്നെയാണ്, പക്ഷെ ഇത് ഞാൻ എന്നും ചെയ്യുന്ന കാര്യമല്ല. അച്ഛനാണ് എന്നും അമ്പലത്തിൽ വരാറും മാല കെട്ടി കൊടുക്കാറൊക്കെ ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ അച്ഛന് ഒരു 15 ദിവസത്തെ അമ്പലത്തിൽ വരാൻ പറ്റില്ല. അപ്പോൾ അച്ഛന് പകരം ഞാൻ വന്ന് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ദിവസത്തെ രാവിലെയാണെന്ന് കാണിച്ച് എന്നും ഇങ്ങനെയൊന്നുമല്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയൊക്കെയാണ്. അങ്ങനെ 3 മാലും കെട്ടി എല്ലാം ഞാൻ റെഡിയാക്കി കൊടുത്തു. പിന്നെ നമ്മൾ വേഗം പ്രസാദമൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുറച്ചേരം അവിടെ ഇരിക്കണം. നല്ലൊരു സുഖമുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് അവിടെ ആ മരത്തിൽ നിറയെ മുല്ലപ്പൂ ഉണ്ട്. സാധാരണ ഇപ്പോൾ ചെല്ലുമ്പോൾ നിലത്ത് വീണ് കിടക്കാറുണ്ട്, പക്ഷെ ഇന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് ശീലമായില്ല, ഒരു മുല്ലപ്പൂവെങ്കിലും അവിടെ നിന്നെടുത്ത് തലയിൽ വയ്ക്കേണ്ട ശീലമായ സ്ഥിതിക്ക് ഒരു മുല്ലപ്പൂ ഞാൻ പറിച്ചു, അതെടുത്ത് വെച്ചു. പിന്നെ പുറത്ത് പ്രദക്ഷിണം വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമുക്ക് വീട്ടിലേക്കുള്ള പാല് അമ്പലത്തിൽ
കൊണ്ടുവയ്ക്കും ആ ചേച്ചി. അമ്പലത്തിലേക്കുള്ള പാലും പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള പാലും അവിടെ തന്നെ വയ്ക്കും. അപ്പോൾ എന്തായാലും ആ പാലൊക്കെ എടുത്ത് അങ്ങനെ വീട്ടിലെത്തി ഒരു ചായയും കുടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.